നമസ്കാരം. സത്യമായും കടുത്ത നിരാശയുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ കാണുമ്പോൾ അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായി വരുന്നതോടെ ലോകത്തെ കാർന്നു തിന്നുന്ന ചില അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും എന്ന് കരുതിയ കോടിക്കണക്കിന് ലോക ജനതയിൽ ഒരാളാണ് എളിയവനായി ഞാനും. വോക്കിസം പടർന്നു പിടിച്ചിരിക്കുകയാണ് ലോകമെമ്പാടും. അതിനെ നിയന്ത്രിക്കേണ്ടതുണ്ട്. വോക്കിസത്തിൻ്റെ മറവിൽ അനധികൃത കുടിയേറ്റവും ആ കുടിയേറ്റത്തിൻ്റെ മറവിൽ അനധികൃത സാംസ്കാരിക അധിനിവേശവും ലോകമെമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ പേരിൽ ഇരവാദമുയർത്തിക്കൊണ്ടുള്ള ഈ അധിനിവേശത്തിന് നേരെ ലോകരാഷ്ട്രങ്ങൾ കണ്ണടയ്ക്കുന്നു. ആശയപരമായി വിയോജിപ്പുള്ളവർക്കും മൗനം പാലിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടാവുന്നു. അതിനെതിരെയൊക്കെ മുഖം നോക്കാതെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ട്രംപിൻ്റെ കാടിളക്കിയുള്ള വരവ് പ്രതീക്ഷ നൽകി. എന്നാൽ ട്രംപ് ഇപ്പോൾ പറയുന്നതും ചെയ്യുന്നതും എന്താണെന്ന് ട്രംപിന് പോലും അറിയില്ല. അമേരിക്കയ്ക്ക് ലോക പോലീസിൻ്റെ കിരീടം ലോകരാഷ്ട്രങ്ങൾ ഇഷ്ടത്തോടെ വച്ച് നീട്ടിയതിന് ഒരു കാരണമുണ്ട്. അമേരിക്ക ലോകത്തെ ഒന്നാം നമ്പർ സാമ്പത്തിക വ്യവസ്ഥയാക്കി നിലനിർത്തിക്കൊണ്ട് അമേരിക്കൻ വിപണി ഉൽപ്പന്നങ്ങൾ ലോകത്ത് മുഴുവൻ എത്തിക്കാൻ അനുമതി കൊടുത്തുകൊണ്ട് ലോകത്തിൻ്റെ കാവൽ കൂടിയാണ് ലോകരാഷ്ട്രങ്ങൾ അമേരിക്കയെ ഏൽപ്പിച്ചത്. ജനാധിപത്യം നിലനിർത്തുക, സമാധാനം നിലനിർത്തുക, ലോകക്രമത്തിൻ്റെ വളർച്ചയ്ക്ക്, സമ്പദ് വ്യവസ്ഥയുടെ നിലനിൽപ്പിനൊക്കെ കാരണഭൂതരാവുക എന്ന ഉത്തരവാദിത്തം. എന്നാൽ അമേരിക്കക്കാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ന വ്യാജേന ട്രംപ് നടത്തുന്ന ഇടപാടുകൾ അത് ലോകത്തിനും അമേരിക്കയ്ക്കും ഭീഷണിയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ട്രംപിന് ചില വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട് എന്നത് ഞെട്ടിക്കുന്നതാണ്. അമേരിക്കയുടെ താല്പര്യം എന്ന പേരിൽ അധിക നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് ട്രംപ് യുദ്ധപ്രഖ്യാപനം നടത്തി. അതിന് തിരിച്ചടി കിട്ടിയത് അമേരിക്കൻ വിപണിക്കാണ്. ഒടുവിൽ ട്രംപ് ചൈന അടക്കമുള്ളവരോട് അണ്ടർഗ്രൗണ്ടിലൂടെ കരാറിൽ ഏർപ്പെട്ട് പ്രശ്നം പരിഹരിച്ചു. ഹമാസിനെ തീർക്കാനുള്ള ഇസ്രായേലിന്റെ നിശ്ചയദാർഢ്യത്തെ ട്രംപ് പിന്തുണയ്ക്കുന്നത് ആശാവഹമാണ്. എന്നാൽ അതിൻ്റെ പേരിൽ ഗസയിലെ ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിച്ച് അവിടം പശ്ചിമേഷ്യയിലെ റിവേറിയാക്കും എന്നൊക്കെ പറയുന്നത് എന്ത് പ്രായോഗിക ജ്ഞാനത്തിന്റെ പുറത്താണ് എന്ന് പലരും ചോദിച്ചു. യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് ചാടിയിറങ്ങി. അതിനുവേണ്ടി സൗദി അറേബ്യയിൽ പോയി ചർച്ച നടത്തി. എന്നിട്ടോ യുദ്ധം അവസാനിച്ചില്ല എന്ന് മാത്രമല്ല, യുദ്ധം വഷളായി. അമേരിക്കയെ വിശ്വസിച്ച് യുദ്ധത്തിനിറങ്ങിയ പാവപ്പെട്ട യുക്രൈനികൾ പോർക്കളത്തിൽ മരിച്ചു വീഴുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം നടന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് നോക്കുക. പാകിസ്ഥാൻ പ്രതിസന്ധിയിലായപ്പോൾ അമേരിക്ക ചാടിയിറങ്ങി പാകിസ്ഥാനെ രക്ഷിക്കാൻ. അതിന് ട്രംപിനെ കുറ്റം പറയാൻ കഴിയില്ല. ട്രംപിന്റെ താല്പര്യം തൻ്റെ കുടുംബം പാകിസ്ഥാനിൽ ആരംഭിച്ചിരിക്കുന്ന ക്രിപ്റ്റോ കറൻസി കച്ചവടമാണെങ്കിലും ഒരു രാജ്യത്തെ രക്ഷിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തതിൽ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലോകത്തിന് മുഴുവൻ കാവൽ എന്ന അമേരിക്കയുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ട്രംപ് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചത് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇന്ത്യയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ, ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഗ്രൗണ്ട് പിടികിട്ടാതെ, ഞാനാണ് ഇത് തീർത്തത്, ഞാനാണ് മഹാൻ എന്ന തരത്തിൽ എട്ടുകാലി മമ്മൂഞ്ഞ് കളിച്ചത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെ വഷളാക്കി. ട്രംപ് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണ് എന്ന തോന്നലുണ്ടാക്കി. അമേരിക്കയുടെ ഇടപെടൽ സംഭവിച്ചിട്ടുണ്ടാവാം. എന്നാൽ ട്രംപ് അത് അവകാശപ്പെട്ട് രംഗത്ത് വരുമ്പോൾ, ഇന്ത്യ ഔദ്യോഗികമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ട്രംപ് അവകാശപ്പെടുമ്പോൾ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം മനസ്സിലാക്കുന്നില്ല. മറ്റുള്ളവരെ ആരെയും മനസ്സിലാക്കാതെ താൻ മാത്രം കേന്ദ്രീകൃതമായ ഒരു ലോക വ്യവസ്ഥയാണ് ട്രംപ് ഇപ്പോൾ സ്വപ്നം കാണുന്നത്. ആ വിവരക്കേടുകളുടെ തുടർച്ചയാണ് ഏറ്റവും ഒടുവിൽ അമേരിക്കയിലേക്കുള്ള മുഴുവൻ സ്റ്റുഡന്റ് വിസ അപേക്ഷകളും നിർത്തിവെച്ചുകൊണ്ടുള്ള ഉത്തരവിലൂടെ സംഭവിച്ചിരിക്കുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അമേരിക്കയുടെ ലോകത്തെമ്പാടുമുള്ള എംബസികൾക്ക് ഒരു ഉത്തരവ് കൊടുത്തിരിക്കുന്നു. ആ ഉത്തരവനുസരിച്ച് എല്ലാ എംബസികളും വിദേശ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള സ്റ്റുഡന്റ് വിസ പ്രോസസ്സ് നിർത്തിവെക്കണം. ഇത് ചെറിയ ഇമ്പാക്റ്റ് അല്ല ഉണ്ടാക്കുന്നത്. 2023-24 വർഷം 11 ലക്ഷം വിദേശികളാണ് അമേരിക്കൻ സർവകലാശാലകളിൽ വന്ന് പഠിച്ചത്. ഏതാണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പരീക്ഷയും ഫലവും വിദേശ രാജ്യങ്ങളിൽ വരും. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് അമേരിക്കയിൽ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവ് സ്റ്റുഡന്റ് വിസ അപേക്ഷകരുടെ തിരക്കിന്റെ സമയമാണ്. ഒരു എംബസിക്കും അപേക്ഷകൾ മുഴുവൻ കൈകാര്യം ചെയ്യാൻ സാധിക്കാറില്ല. അത്രയേറെ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയത്ത് സ്റ്റുഡന്റ് വിസ അപേക്ഷകൾ മുഴുവൻ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടാൽ അതുണ്ടാക്കുന്ന ആഘാതം ചില്ലറയല്ല. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും കുറഞ്ഞത് $40 ബില്യൺ സംഭാവന ചെയ്യുന്നതാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ. ഏതാണ്ട് 4000 സർവകലാശാലകളും മറ്റു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അമേരിക്കയിലുണ്ട്. അവയിൽ ഒട്ടുമിക്കതും
വിദേശ വിദ്യാർത്ഥികൾ എടുക്കുന്നു. ഈ വിദേശ വിദ്യാർത്ഥികൾ നൽകുന്ന അധിക ഫീസ് അമേരിക്കൻ വിദ്യാർത്ഥികൾ കൊടുക്കുന്നതിൻ്റെ 10 മടങ്ങ് ഫീസാണ് വിദേശ വിദ്യാർത്ഥികൾ കൊടുക്കുന്നത്. ഈ വിദേശ വിദ്യാർത്ഥികൾ കൊടുക്കുന്ന വലിയ ഫീസാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളെ നിലനിർത്തുന്നത്. ഏതാണ്ട് 44 ബില്യൺ അമേരിക്കൻ ഡോളറാണ് ഒരു വർഷം യൂണിവേഴ്സിറ്റികളിൽ ഫീസ് ഇനത്തിൽ വിദേശത്തു നിന്നെത്തുന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും സമ്പത്തുള്ളവർ അവിടെ പഠിക്കാനെത്തും. അതുകൊണ്ട് തന്നെ അത് 44 ബില്യൺ, അതായത് 3,76,000 കോടി രൂപയാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വിദേശ വിദ്യാർത്ഥികൾ വഴി സംഭാവന ചെയ്യുന്നത്. ലോകത്തെ 101 രാജ്യങ്ങൾക്ക് മാത്രമാണ് 40 ബില്യണിൽ കൂടുതൽ GDP ഉള്ളത് എന്ന് ഓർക്കണം. അതായത് ഒരു വർഷത്തെ മുഴുവൻ സാമ്പത്തിക മൂല്യവും എടുത്താൽ 101 രാജ്യങ്ങൾ മാത്രമാണ് 40 ബില്യണിലധികം വരുമാനമുള്ളത്. അതായത് ഏതാണ്ട് 100ഓളം രാജ്യങ്ങളുടെ ഒരു വർഷത്തെ ആകെ വരുമാനത്തെക്കാൾ കൂടുതലാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾക്ക് വിദേശത്ത് നിന്ന് കിട്ടുന്ന ഫീസും അവരുടെ ചെലവിന് വേണ്ടി കൊണ്ടുവരുന്ന പണവും. എന്ന് മാത്രമല്ല, ഈ സർവകലാശാല വിദ്യാർത്ഥികളാണ് അമേരിക്കയിലെ ചീപ്പ് ലേബർ, അതായത് മിനിമം വേജസിൽ പണിയെടുക്കുന്ന, സാധാരണ മേഖലകളിൽ പണിയെടുത്ത അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്നവർ. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ സ്വാധീനം പരോക്ഷമായി ലോകത്തെല്ലായിടത്തും വ്യാപിക്കുന്നത് ഈ വിദ്യാർത്ഥികൾ വഴിയാണ്. അമേരിക്കയിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് പലപ്പോഴും ലോകരാഷ്ട്രങ്ങളിലെ ഭരണാധികാരികൾ, ലോകരാഷ്ട്രങ്ങളിലെ ജഡ്ജിമാർ, ലോകരാഷ്ട്രങ്ങളിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ. അത്തരമൊരു സാഹചര്യത്തിൽ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടാക്കുന്നത് വിദേശ വിദ്യാർത്ഥികളാണ്. അത് നിർത്തിവെച്ചിരിക്കുകയാണ്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കുന്ന നഷ്ടം, അമേരിക്കൻ തൊഴിൽ വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കുന്ന നഷ്ടം, അമേരിക്കയുടെ സ്വാധീനത്തിനുണ്ടാക്കുന്ന നഷ്ടം ഇത് ചില്ലറയല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ആർക്കും പിടികിട്ടുന്നില്ല. എന്ന് മാത്രമല്ല, വോക്കിസത്തിനെതിരെയുള്ള യുദ്ധം എന്ന പേരിൽ ഹാർവാർഡ് സർവകലാശാലയ്ക്കെതിരെ ട്രംപ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓർക്കണം, ലോകത്തുള്ള 10,000-കണക്കിന് യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി, ഏറ്റവും സമ്പന്നമായ യൂണിവേഴ്സിറ്റി, ഏറ്റവും ശക്തമായ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ എക്കാലത്തും ഒന്നാമതാണ്. 1, 2, 3 പദവികൾക്ക് താഴേക്ക് ഹാർവാർഡ് പോവാറില്ല. ബ്രിട്ടനിലെ കേംബ്രിഡ്ജും ഓക്സ്ഫോർഡും അമേരിക്കയിലെ ഹാർവാർഡുമാണ് ലോകത്തെ ഏറ്റവും ശക്തമായ യൂണിവേഴ്സിറ്റിയിൽ പെടുന്നത്. എക്കാലത്തും ഈ 3-4 ലിസ്റ്റിൽ പെടുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതൊരു സ്വതന്ത്ര യൂണിവേഴ്സിറ്റിയാണ്. അവർ വിദ്യാഭ്യാസത്തിന്, ഗവേഷണത്തിന് കൊടുക്കുന്ന പ്രാധാന്യം മറ്റാർക്കും കൊടുക്കുന്നില്ല. വലിയ ഫീസാണ്. ഈ സർവകലാശാലയിൽ ഏതാണ്ട് 7,000 വിദ്യാർത്ഥികൾ വിദേശികളാണ്. അവരുടെ മുഴുവൻ വിശദാംശങ്ങൾ ചോദിച്ച് ട്രംപ് കത്തയച്ചു. കൊടുത്തില്ല. സർവകലാശാലയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിന്റെ പേരിൽ യൂണിവേഴ്സിറ്റിക്കുള്ള മുഴുവൻ ഗ്രാന്റുകളും നിർത്തിവെച്ചു. ഏതെങ്കിലും സർക്കാർ ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റിയെ സഹായിക്കുന്നുണ്ടെങ്കിൽ അവസാനിപ്പിച്ചു. എന്നിട്ട് യൂണിവേഴ്സിറ്റിക്ക് വിദ്യാർത്ഥികൾ എടുക്കാനുള്ള ലൈസൻസ് റദ്ദ് ചെയ്തു. വിദേശ വിദ്യാർത്ഥികൾ എടുക്കാൻ പാടില്ല. 1636 തുടങ്ങിയ അസാധാരണ യൂണിവേഴ്സിറ്റിയാണ്. 8 അമേരിക്കൻ പ്രസിഡന്റുമാർ ഹാർവാർഡിൽ പഠിച്ചതാണ്. 188 ബില്യണർമാർ, ശതകോടീശ്വരന്മാർ ഇപ്പോഴും ഹാർവാർഡിൽ പഠിച്ചവർ ജീവിച്ചിരിപ്പുണ്ട്. അവർ ഇവിടെ പഠിച്ചുണ്ടാക്കിയതാണ്. 24 രാഷ്ട്രങ്ങളുടെ തലവന്മാർ, 31 രാഷ്ട്രങ്ങളിലെ ഏറ്റവും നിർണായകമായ പദവി വഹിക്കുന്നവർ, 110ഓളം ഒളിമ്പിക്സ് മെഡൽ നേടിയവർ, അങ്ങനെ നോബൽ സമ്മാനം നേടുന്നവർ, റിസർച്ച് നടത്തുന്നവർ, സമസ്ത മേഖലകളിലും ലോകത്തുള്ള എല്ലാ പ്രഗത്ഭന്മാരെയും സൃഷ്ടിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഹാർവാർഡ്. ആ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ പോകുന്നു. വിദേശ വിദ്യാർത്ഥികൾ എടുക്കുന്നത് നിർത്തിവെക്കുന്നു. അവരെ സഹായിക്കുന്നവരെ, സ്പോൺസർ ചെയ്യുന്നവരെ, ഫണ്ട് കൊടുക്കുന്നവരൊക്കെ ഇല്ലാതാക്കുന്നു. എന്തൊരു തരം ജനാധിപത്യ ബോധമാണ്, എന്തൊരു തരം ഭരണമാണിത്. അവിശ്വസനീയമാണ് ട്രംപിന്റെ ചില ഇടപെടലുകൾ. എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ട്രംപിന് പോലും അറിയില്ല. ഇതിനൊക്കെ ഫലമുണ്ടാവുമോ? ഇല്ല. ട്രംപ് എല്ലാവരും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. ചൈനയുമായി വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച് 235% ടാക്സ് പ്രഖ്യാപിച്ചു. എന്നിട്ടോ അത് കുറച്ചു കൊടുത്തു. കാരണം അപ്പോഴേക്കും അമേരിക്കൻ ഓഹരി വിപണി താഴെ വീണു. ട്രംപിന്റെ ചെയ്തികൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ ഭയാനകമാണ്. ലോകക്രമത്തെ തന്നെ തച്ചുടച്ചു കളയും. ഇത്തരം സാഹചര്യങ്ങളിൽ ചൈന പോലുള്ള രാജ്യങ്ങൾ മുതലെടുക്കുമെന്ന് മറന്നുപോകുന്നു. ചൈന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള രാജ്യങ്ങളാണ്. നല്ല ഒന്നാന്തര യൂണിവേഴ്സിറ്റികളുണ്ട്. അമേരിക്ക വാതിലടച്ചാൽ ചൈന അടക്കമുള്ള മറ്റ് രാജ്യങ്ങൾ വാതിൽ തുറക്കും. അവിടെ ആനുകൂല്യങ്ങൾ കൊടുക്കും. അവിടേക്ക് വിദ്യാർത്ഥികൾ പോകും. ക്വാളിറ്റിയുള്ള കുടിയേറ്റവും സ്റ്റുഡന്റ് വിസ സംവിധാനമൊന്നും ആർക്കും തടയാൻ കഴിയുന്നതല്ല. എന്തായാലും ട്രംപിന് വിവേകമുണ്ടാവട്ടെ. ജനാധിപത്യം സംരക്ഷിച്ചുകൊണ്ട്, ലോകരാഷ്ട്രങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമേരിക്ക ലോകത്തെ നിയന്ത്രിക്കുന്ന ആ കാലം തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ വഴിയുള്ളൂ.